ഹലോ, എല്ലാവർക്കും നമസ്കാരം. നമുക്കിന്ന് കല്യാണത്തിനും റെസ്റ്റോറൻറ്റിലൊക്കെ കിട്ടുന്ന പോലെ നല്ല അടിപൊളി ടേസ്റ്റിൽ ഒരു ചിക്കൻ സ്റ്റൂ വളരെ എളുപ്പത്തിൽ എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അതിന് വേണ്ടി ആദ്യമായിട്ട് ഞാൻ 1.5 ടേബിൾ സ്പൂൺ എണ്ണ ഒരു പാനിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പം ഞാനൊരു വെളിച്ചെണ്ണയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴേക്കും അതിനകത്തോട്ടേക്ക് 2 പട്ടയുടെ ഇല, പിന്നെ ഒരു ചെറിയ തക്കോലം, പിന്നെ ഒരു 1 ഇഞ്ച് നീളത്തിലുള്ള കറുവപ്പട്ട, പിന്നെ ഒരു 5 ഗ്രാമ്പൂ, 3 ഏലക്ക ഞാൻ ചെറുതായിട്ടൊന്ന് പൊട്ടിച്ചിട്ടാണ് ഇടുന്നത്. അതിൻ്റെ കൂടെ തന്നെ ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് കൂടെ ചേർക്കാം. മസാലകളെല്ലാം ചെറുതായിട്ടൊന്ന് ചൂടായിട്ട് വരുമ്പോൾ നമുക്കതിനകത്തോട്ട് ഒരു വലിയ സവാള ചെറുതായി അരിഞ്ഞാൽ ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പില, പിന്നെ 1 ടീസ്പൂൺ ഉപ്പ് ഇത് ചേർത്തിട്ട് നമുക്ക് സവാള ഒന്ന് വഴറ്റിയെടുക്കാം. സവാള വഴറ്റുമ്പോൾ തന്നെ നമുക്ക് പച്ചമുളക് കൂടെ ചേർക്കാം. ഞാനിവിടെ 2 പച്ചമുളക് എടുത്തേക്കുന്നത്. അപ്പോൾ പച്ചമുളകിൻ്റെ എരിവ് അനുസരിച്ചിട്ട് എണ്ണം കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. പച്ചമുളകിന് നല്ല എരിയുള്ളതുകൊണ്ട് 2 എണ്ണം മതിയാകും. അപ്പോൾ ഈ സവാളയും പച്ചമുളകും എല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പം ബ്രൗൺ കളർ ആവേണ്ട ആവശ്യമില്ല, നമുക്കൊന്ന് സവാള നന്നായിട്ട് വഴന്ന് വന്നാൽ മതിയാവും. അപ്പോൾ സവാള ഇപ്പം നന്നായിട്ടൊന്ന് വഴന്ന് വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിനകത്തോട്ട് 1/2 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർക്കാം. അപ്പോൾ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് ജിഞ്ചർ ഗാർലിക് ചെറുതായിട്ട് നുറുക്കി അരിഞ്ഞത് ചേർത്താലും മതിയാകും. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് വഴന്ന് വരുമ്പോൾ നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒരു വലിയ തക്കാളി ആണെങ്കിൽ ഒരു 1/4 ഭാഗം മതിയാകും. ഞാനിവിടെ ഒരു വലിയ തക്കാളിയുടെ ഒരു 1/4 ഭാഗം എടുത്തേക്കുന്നത്. ചെറിയ തക്കാളി ആണെങ്കിൽ 1/2 തക്കാളി എടുക്കാം. അപ്പോൾ തക്കാളി നമ്മൾ ചേർക്കുന്നത് മെയിനായിട്ട് ഈ കറിയുടെ ആ ഒരു മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ തക്കാളിയുടെ അളവ് കൂടാതെ നോക്കുക. അപ്പോൾ തക്കാളി ചേർത്തിട്ട് ഒന്നുകൂടെ നമുക്ക് ഒന്ന് വഴറ്റിയെടുക്കാം. അതിലോട്ട് ഇനി നമുക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, പിന്നെ ഒരു വലിയ ഉരുളക്കിഴങ്ങ് നന്നായിട്ട് കഴുകി ക്യൂബ്സായി കട്ട് ചെയ്തേക്കുന്നത് അതും ചേർക്കാം. അതിൻ്റെ കൂടെ 400 ഗ്രാം ചിക്കൻ ഞാൻ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തേക്കുന്നതാണ്. അപ്പോൾ സ്റ്റൂ ഒക്കെ ആകുമ്പോൾ ചെറിയ പീസസ് ആയാലാണ് ഒന്നും കൂടെ ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ നമുക്ക് ചെറിയ പീസസായിട്ട് ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്ത ചിക്കനും കൂടെ ചേർത്ത് കൊടുക്കാം. ചിക്കൻ ചേർത്തതിന് ശേഷം നമ്മൾ നല്ല ഹൈ ഫ്ലെയിമിൽ തുറന്നു വെച്ചിട്ട് വേണം കുക്ക് ചെയ്യാൻ. അപ്പോൾ ഒരു 4-5 മിനിറ്റ് നമ്മളിങ്ങനെ ഹൈ ഫ്ലെയിമിൽ തുറന്നു വെച്ച് കുക്ക് ചെയ്യണം. 5 മിനിറ്റിന് ശേഷം ചിക്കൻ്റെ കളറ് ഒന്ന് മാറി വന്നിട്ടുണ്ട്. നമുക്ക് ഇനി ഇതിനകത്തോട്ട് 1.5 കപ്പ് നേരിയ തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നേരിയ തേങ്ങാപ്പാൽ എന്ന് പറയുമ്പോൾ 2ാം പാൽ. ഫ്രഷ് തേങ്ങാപ്പാൽ ഇല്ലയെന്നുണ്ടെങ്കിൽ 1.5 കപ്പ് നേരിയ ചൂടുവെള്ളത്തിൽ നമുക്ക് ഒരു 3 ടേബിൾ സ്പൂൺ കോക്കനട്ട് മിൽക്ക് പൗഡർ ഇട്ട് കൊടുത്തിട്ട് അത് നമുക്ക് യൂസ് ചെയ്യാം. തേങ്ങാപ്പാൽ ഒഴിച്ചതിന് ശേഷം കറി തിളക്കുന്നത് വരെ നമ്മൾ കണ്ടിന്യൂസ് ആയി ഇളക്കിക്കൊണ്ടേയിരിക്കണം. നമ്മളങ്ങനെ ഇളക്കിയില്ല എന്നുണ്ടെങ്കിൽ തേങ്ങാപ്പാൽ പിരിഞ്ഞു പോകും. ഇപ്പോൾ നന്നായിട്ട് തിളക്കുന്നുണ്ട്. നമുക്കിനി ഇതിനെ അടച്ചു വെച്ച് വേവിക്കാം. അപ്പോൾ ഒരു 12 to 15 മിനിറ്റ് വരെ നമുക്ക് ചിക്കൻ അടച്ചു വെച്ച് വേവിക്കാം. അപ്പോൾ ഇടയിൽ ഒന്ന് ഇളക്കി കൊടുക്കണം, കാരണം അടിക്ക് പിടിക്കാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. അപ്പോൾ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്ക് ചിക്കൻ വേവിച്ചെടുക്കാം. ഇപ്പോൾ ഒരു 15 മിനിറ്റ് ആയിട്ടുണ്ട്. ചിക്കൻ നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമുക്ക് കറിക്കൊന്ന് കൊഴുപ്പ് കൂട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഉരുളക്കിഴങ്ങ് ഒരു 3-4 ഉരുളക്കിഴങ്ങ് നമുക്കൊന്ന് ഉടച്ചു കൊടുക്കാം. അപ്പോൾ ഉടച്ച് ചേർക്കുമ്പോൾ കറിക്ക് നല്ല കൊഴുപ്പ് കിട്ടും. അപ്പോൾ ഉരുളക്കിഴങ്ങ് നമ്മൾ ഉടച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിനകത്തോട്ട് 1/4 പാൽ ഒഴിക്കാൻ സമയമായി. അപ്പോൾ അതിന് മുന്നേ നമുക്ക് കുറച്ച് 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും പിന്നെ 1/4 ടീസ്പൂൺ ഗരം മസാല പൊടിയും ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ഫ്രഷ് കറിവേപ്പില നമുക്കൊന്ന് കൈനെ കൊണ്ട് നന്നായിട്ട് തിരുമ്മിയിട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഇതെല്ലാം കറി അടുപ്പത്തുനിന്ന് വാങ്ങുന്നതിന് തൊട്ട് മുന്നേ ഇതൊക്കെ ചേർത്ത് കൊടുക്കുന്നത്. അപ്പം ഗരം മസാലയൊക്കെ എപ്പോഴും നമ്മളങ്ങനെ ലാസ്റ്റ് ചേർക്കുമ്പോൾ കറിക്ക് ഒന്നും കൂടെ നല്ല ടേസ്റ്റ് കിട്ടും. ആ ഗരം മസാലയുടെയും കറിവേപ്പിലയുടെയും ഒക്കെ മണം നമുക്ക് ലാസ്റ്റ് ചേർത്ത് കൊടുക്കുമ്പോഴാണ് ഒന്നും കൂടെ നന്നായിട്ട് അതിൽ വരിക. നമ്മൾ ലാസ്റ്റ് ഇതൊക്കെ ചേർത്ത് കൊടുത്തിട്ട് അതിൻ്റെ കൂടെ തന്നെ 1/2 കപ്പ് നല്ല കട്ടി തേങ്ങാപ്പാൽ. അപ്പോൾ അത് ഫ്രഷ് തേങ്ങാപ്പാൽ ഇല്ലയെന്നുണ്ടെങ്കിൽ 1/2 കപ്പിൽ 2 ടേബിൾ സ്പൂണ് കോക്കനട്ട് മിൽക്ക് പൗഡർ ഇട്ടിട്ട് നമുക്ക് ഉപയോഗിക്കാം. തേങ്ങാപ്പാൽ ഒഴിച്ചതിന് ശേഷം നമ്മൾ സ്റ്റൂ തിളപ്പിക്കാൻ പാടില്ല. നന്നായിട്ടൊന്ന് ചൂടായതിന് ശേഷം നമുക്ക് തീയിൽ നിന്ന് ഇറക്കി വയ്ക്കാം. അപ്പോൾ നമ്മുടെ ചിക്കൻ സ്റ്റൂ ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇറക്കി വയ്ക്കാൻ നേരത്ത് ഞാൻ കുറച്ച് ഇഞ്ചിയും ക്യാരറ്റും നീളത്തിൽ അരിഞ്ഞ് ചേർക്കുന്നുണ്ട്. അപ്പോൾ ക്യാരറ്റ് ഞാനൊരു കളർഫുൾ ഇതിന് വേണ്ടിയിട്ട് ചേർക്കുവാണ്.
അപ്പോൾ നിങ്ങൾക്ക് ചേർക്കണമെന്നില്ല എന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. നമുക്കിനി സ്റ്റൂ നമുക്ക് അടുപ്പത്ത് നിന്ന് ഇറക്കി വയ്ക്കാം. ഇപ്പം നമ്മുടെ ഒരു അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ളൊരു ചിക്കൻ സ്റ്റൂ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇത് സെർവിങ് ഡിഷിലോട്ട് മാറ്റാം. അടുപ്പത്ത് നിന്ന് ഇറക്കി വയ്ക്കുമ്പോൾ നമ്മുടെ സ്റ്റൂവിൻ്റെ ഗ്രേവി കുറച്ചൊരു ലൂസായിട്ടുള്ള കൺസിസ്റ്റൻസിയിൽ നമ്മൾ ഇറക്കണം. അല്ലെങ്കിൽ പെട്ടെന്നൊന്ന് ചൂടാറുമ്പോഴേക്കും അത് നല്ല കട്ടിയിലായിപ്പോവും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം. ഇപ്പം നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചിക്കൻ സ്റ്റൂ റെഡി ആയിട്ടുണ്ട്. നമുക്കിതിനി ജിഞ്ചർ ജൂലിയൻസും ക്യാരറ്റ് ജൂലിയൻസും വെച്ച് ഡെക്കറേറ്റ് ചെയ്യാം. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എല്ലാവരും ട്രൈ ചെയ്യുക, കമൻറ്റ്സ് അറിയിക്കുക. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.